What is your name? My name, and one more thing, disclaimer before I go. എൻ്റെ ഒരു വലിയൊരു പ്രശ്നം, കപിലയെ ഞാൻ പരിചയപ്പെട്ടതും ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും സിംഗപ്പൂരിൽ വെച്ചിട്ടാണ്. കപില എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു. സിംഗപ്പൂരിലൊരു സ്കൂളിൽ ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ 4 ചൈനീസ് ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ കപിലയുടെ കൂടെയുള്ള സംസാരം മുഴുവൻ ഇംഗ്ലീഷിലായത് കാരണം unconsciously I slip into that language when I talk to her. And once in a while she will remind me and then മലയാളത്തിലേക്ക് ഞാൻ തിരിച്ചു വരും. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഇംഗ്ലീഷിലേക്ക് പോയാൽ we should remind each other and also you could remind, ഓർമ്മിപ്പിക്കുക ഞങ്ങൾ മലയാളത്തിലേക്ക് വരാൻ. അന്ന് കപില എന്തിനാണ് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം കൂടെയുള്ള 4 ആൾക്കാർ ചൈനക്കാരാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഒരു മലയാളിയും ഞാൻ പകുതി മലയാളിയാണ്, തമിഴ് മലയാളി ആണ്, കപില പച്ച മലയാളിയാണ്. പക്ഷേ എന്തിനാണ് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തത് ഇപ്പോഴും ആലോചിച്ചിട്ട് കിട്ടില്ല. ബട്ട് എന്താ സംഭവിച്ചു വെച്ചാൽ പിന്നെ എപ്പോൾ കപിലേനെ കാണുമ്പോഴും ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും. അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഇവരിക്കുന്ന ഭ്രാന്താണെന്ന് തോന്നും. സോറി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ്. യെസ്. ഓക്കെ. We'll try to do a combination. Yes, thanks. Yeah. So what is your name? My name is Chindavalappa Venkateswaran Shankar. My name is Kapila Venu. I would have preferred if my name was Kapila Nagavalikunnel, which is actually my maternal family name. But as of now, I'm Kapila Venu. People call me Shankar, and friends call me Shankara. And in Malayalis call me, when they are talking about me, they use Shankaran. Place of birth, where were you born? I was born in Kotamangalam. I was born in Calicut, in Bava Samuel's maternity hall, in town, the middle of the town, Calicut town. Where do you live? I live in Attapadi, in Palakkad district. I live in Irinjalakuda with my parents. How old are you? I'm 43. 43 വയസ്സായി. എനിക്ക് 46 വയസ്സായി. 46. Are you married? I'm supposed to ask that question. Shankar, are you married? Yes, I'm married. Are you married? Yes, Shankar, I'm married. And, oh, sorry. Do you have kids? Yes, that's my son. Do you have? Sorry. No, I don't have kids, but I have pets. You have pets? Yes. How many? I have 3 dogs. Pashu is the mother, Fruity is the daughter, and Mrigaraj is the youngest son. So I have 3 dogs. Yeah. I have 4 dogs. Wow. I had 5 dogs. I lost one, but I have 4 dogs. Pepe is the mother. Karthik is the daughter. Jojo was the son. He died. Taru is like the grandmother, and Kaju is adopted. Yeah. What do you do for a living? I'm an actor. Yes. And that is what I do for a living. Yeah. What do you do for a living? I'm a theatre director. I direct plays, and then I also do sundry jobs in and around theatre, but mainly I'm a theatre director. Why did you choose to work in the theatre? Long story? Yes. Okay. So in Malayalam if possible. Malayalam, yes. So ഞാൻ കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിൽ BSc ഫിസിക്സിന് പഠിക്കുന്നൊരു സമയം, പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയം. സോ കോളേജിലെത്തിയപ്പോൾ ഡ്രഗ്സ്, സെക്സ്, റോക്ക് ആൻഡ് റോൾ, മോട്ടോർ ബൈക്സ്, ദാറ്റ് വാസ് ദ വേൾഡ് ഐ വാസ്. അത് പെട്ടെന്ന് തന്നെ ബോറടിച്ചു. പക്ഷേ ഇതിൻ്റെ എനിക്ക് എൻജിനീയറിങ്ങിന് എൻട്രൻസിന് തിരക്കേടില്ലാത്ത റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ആസ്ട്രോഫിസിക്സ് ഭയങ്കര ഒരു ഫാസിനേഷനായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു, ഞാൻ എൻജിനീയറിങ്ങിന് പോകുന്നില്ല, പ്യുവർ സയൻസ് പഠിക്കണം, BSc സയൻസ് ഫിസിക്സ് കഴിഞ്ഞിട്ട് MSc ഫിസിക്സ് കഴിഞ്ഞ് ആസ്ട്രോഫിസിക്സ് എന്നൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞു പോയ ആൾ എനിക്ക് പറ്റിയത് ഈ ലോകത്തിൽ പെട്ടു. അപ്പോൾ അതോടുകൂടി എനിക്ക് ക്ലാസ്സിൽ പോകാണ്ടായി.
ക്ലാസ്സിൽ പോവാണ്ട് ഒരു ദിവസം പോയില്ല, 2 ദിവസം പോയില്ല, ഒരാഴ്ച പോയില്ല, പിന്നെ പോകാൻ പറ്റാണ്ടായി. പിന്നെ മാസങ്ങൾ കടന്നുപോയി. ഫസ്റ്റ് ഇയർ പോയി, സെക്കൻഡ് ഇയർ പോയി, തേർഡ് ഇയറിൻ്റെ അവസാനത്തിലേക്ക് എത്തി. ക്ലാസ്സിൽ പോയിട്ടില്ല 3 വർഷം. അപ്പം ഞാൻ വേറെ നാടക ക്ലബ്ബിലാണ് പോയിരിക്കുക. അവിടെ ഒരു ഡ്രാമ ക്ലബ്ബുണ്ട്. ഡ്രാമ ക്ലബ്ബിലാണ്, അവിടെയാണ് പോയിരിക്കുക. അവിടെ എനിക്ക് അസ്ട്രോഫിസിക്സിൽ താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ഈ തിയേറ്റർ ക്ലബ്ബിൽ ഈ അസ്ട്രോഫിസിക്സിനേക്കാളും വലിയൊരു ലോകം അവിടെ ഉണ്ട് എന്നുള്ളൊരു സെൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ഐ ഫെൽറ്റ് അവിടെ കംഫർട്ടബിളായിരുന്നു ഞാൻ ഈ തിയേറ്റർ ക്ലബ്ബിൽ. പക്ഷേ അറ്റൻഡൻസ് ഇല്ല. കോളേജിൽ ടീച്ചേഴ്സൊക്കെ അന്വേഷിക്കേണ്ടായിരുന്നു, കാരണം ലാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒന്നും അസൈൻമെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. എക്സാമിനേഷൻ വരികയാണ് ഫൈനൽ ഇയർ. ഫസ്റ്റ് ഇയർ 2 വർഷത്തെ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് പേരൻസിന് അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. രാവിലെ ഇവൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്, വൈകുന്നേരം കൃത്യസമയത്ത് കോളേജിൽ നിന്ന് മടങ്ങി വരുന്നുണ്ട്, എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അച്ഛൻ. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, എന്നാൽ ഇന്ന് രാവിലെ നിൻ്റെ കൂടെ കോളേജിലേക്ക് ഞാൻ വരികയാണ്. അങ്ങനെ അച്ഛൻ ബൈക്കിൻ്റെ ബാക്കിൽ കയറിയിരുന്നു. അപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ച് പോവുകയാണ്. ബൈക്ക് ഓടിച്ച് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രശ്നമാണ്, കാരണം ഇത് ഡെഡ് എൻഡാണ്. അപ്പോൾ കോളേജിന് തൊട്ട് പുറത്തൊരു കവിതാ സ്റ്റോഴ്സ് എന്ന സ്റ്റോറുണ്ട്. അവിടെ എത്തിയപ്പോൾ ഞാൻ നിർത്തി അച്ഛനോട് സത്യം പറഞ്ഞു, ഞാൻ കുറേ കാലമായി കോളേജിൽ പോയിട്ട്. അപ്പോൾ അറിയാം അച്ഛൻ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇപ്പം അച്ഛൻ്റെ കൂടെ ആയത് കാരണം ക്ലാസ്സിൽ കയറേണ്ടി വരുമല്ലോ, അപ്പോൾ ഞാൻ നോട്ട് ബുക്കും പേനയും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ നോട്ട് ബുക്കും പേനയും വാങ്ങാൻ വേണ്ടി കവിതാ സ്റ്റോഴ്സ് എന്ന സ്റ്റോറുണ്ട്. അതിന് ഒരു വഴി കൂടെ കയറിയിട്ട് അടുത്ത വഴിക്ക് ഇറങ്ങി ഞാൻ ബസ് പിടിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ ഇരിക്കുക വീട്ടിൽ. അപ്പോൾ അമ്മ സ്കൂൾ ടീച്ചറാണ്. അമ്മ സ്കൂൾ ജോലി കഴിഞ്ഞ് വന്നു. അമ്മ വന്നു. ഞാൻ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ്, എന്താ സംഭവിക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അച്ഛൻ 5:20 വീട്ടിലേക്ക് വരും ഡെയിലി. അന്ന് അച്ഛൻ വന്നില്ല. 5:20 അച്ഛനെ കാണാനില്ല. 5:30 അപ്പോൾ അച്ഛനിങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ ചോദിക്കുന്നുണ്ട്, എന്നടാ അപ്പാവ കാണുമേ. അപ്പോൾ എനിക്കറിയാം അച്ഛനെ കാണാത്തതിൻ്റെ കാര്യം അറിയാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. ഒരു 6 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ നേരെ ബസ് പിടിച്ച് പോയി കോളേജിലെത്തി. ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, അച്ഛനവിടെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ കയറി. അച്ഛനെ കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പരസ്പരം ഞങ്ങൾ മിണ്ടുന്നില്ല, അച്ഛനും ഞാനും. ഭക്ഷണം കഴിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഫേസ് ടു ഫേസ് ആയിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മുഖം മറയ്ക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പേപ്പർ എടുത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ പേപ്പർ വായിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കണമെന്ന്. നേരെ അപേക്ഷ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ അച്ഛനോട് സമ്മതിക്കൊന്നുമില്ല അച്ഛൻ. സ്കൂൾ ഓഫ് ഡ്രാമ എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഉണ്ട്, രാമനാഥൻ എന്നാണ് പേര്. ചിലർക്ക് അറിയുണ്ടാവും. ഒഡേസ മൂവീസിൻ്റെ ഒക്കെ ഒരാളുണ്ടായിരുന്നു. ഫുൾ ആൽക്കഹോളിക്കാണ് പുള്ളി. അപ്പോൾ ഈ റിലേറ്റീവ് ആയത് കാരണം എനിക്ക് പുള്ളിയായിട്ടൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഞാൻ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പുള്ളി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പുള്ളിയെ വിളിച്ച് ഫയർ ചെയ്തു. നീയാക്കും എന്നോട് പിന്നെ കേടുവരുത്തറായി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ തെറി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി. അങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ എത്തിപ്പെടുന്നത്. സോ ദാറ്റ് വാസ് മൈ story to getting into theatre, to answer your question. Now may I ask you the same question back, like what was the question to refresh? Yeah. What was the question? Why did you choose to work in the theatre? Yes. I'm not sure I chose it. So, but one thing a strong memory that I have as like maybe a 4 or 5-year-old child was this very strong conviction, which I don't have now, but I had back then, a very strong conviction that I'm a really good actor. You are. But I myself, എൻ്റെ മനസ്സിൽ എനിക്കൊരു തോന്നലുണ്ട്, ഞാൻ നന്നായിട്ട് അഭിനയിക്കും എന്ന്. എനിക്ക് ഒരു 4-5 വയസ്സുള്ളപ്പോൾ അങ്ങനൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ I was a very lazy student because I felt like even if I don't work too hard, I'll be a good actor. Like I had that feeling as a child. But having said that, എൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ ശ്രീജി വേണു, അമ്മ നിർമ്മല പണിക്കർ. എൻ്റെ അച്ഛൻ കൂടിയാട്ട കലാകാരനാണ്. പക്ഷെ അത് കൂടാതെ തന്നെ
പലതരം കലാരൂപങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും അതിലുള്ള റിസർച്ചിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പുസ്തകങ്ങൾ എഴുതും. അങ്ങനെ ഒരു സാഹചര്യം. അമ്മയാണെങ്കിൽ മോഹിനിയാട്ടം നർത്തകിയാണ്, അതേപോലെ ഗവേഷകയാണ്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നടനകേരളി എന്ന് പറഞ്ഞൊരു സ്ഥാപനം സ്ഥാപിക്കുകയും അതിൽ ആ ഒരു പ്രവർത്തനങ്ങളുടെ വളരെ ചൂടേറിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലേക്കാണ് ഞാൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് എനിക്ക് ഭാഗ്യം കൊണ്ട് എനിക്ക് അതിനോടൊരു ആകർഷണം ഉണ്ടായിരുന്നു. എനിക്ക് സ്വാഭാവികമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മകളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ഞാൻ കലാപഠനത്തിലൂടെ തന്നെ കടന്നു പോകേണ്ടി വന്നിരുന്നേനെ എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഈ കലാപരിശീലനം തുടങ്ങിയത് വളരെ ചെറുപ്പത്തിലാണ്. 3-4 വയസ്സിൽ തന്നെ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. പിന്നെ പലതരം യോഗ, കളരിപ്പയറ്റ്, കൂടിയാട്ട അഭ്യസനം ഒരു 7 വയസ്സായപ്പോൾ കൂടിയാട്ടത്തിലെ വിദ്യാരംഭം ചെയ്തു. അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചത് സ്വാഭാവിക ജീവിതം എന്നുള്ള ധാരണയിലാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ that's how I became acquainted with the world of theatre and arts. So, ഒരർത്ഥത്തിൽ പറഞ്ഞ 2 പേർക്കും വേറെ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? മറ്റൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല ചെറുപ്പത്തിൽ. വാട്ട് എൽസ് ഡു യു ഡു more as a passion and less as a profession? I am a beekeeper. I have bees. I think you have to say that in Malayalam because a lot of people. ഞാൻ തേനീച്ച വളർത്തുക. ഞാൻ അട്ടപ്പാടിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കൊറോണ കാലം വന്നതോടുകൂടി തിയേറ്ററൊക്കെ അടഞ്ഞു. വേറെ മുമ്പോട്ട് എന്താ വഴിയെന്നറിയില്ല. അങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ചെറുപ്പകാലത്തുള്ളൊരു ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ചത് എറണാകുളത്ത് ആണ്. എറണാകുളത്ത് 2 സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഗാന്ധിനഗറിലുള്ള മാതാ സ്കൂളിലാണ് എൻ്റെ 5, 6, 7 ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ CCPLM ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിലാണ് എൻ്റെ 8, 9, 10 ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതിൽ ഈ മാതാ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവർക്കൊരു കന്യാസ്ത്രീ മഠമുണ്ട് അടുത്ത്. അപ്പോൾ ഈ കന്യാസ്ത്രീ മഠത്തിലെ കന്യാസ്ത്രീകൾ അവർ തേനീച്ച കൂട് തുറക്കലും അതിൻ്റെ ഉള്ളിൽ നിന്ന് തേനീച്ച എടുക്കലും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു ഇമ്പ്രഷൻ എൻ്റെ മനസ്സിലെപ്പോഴും കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. ഈ കൊറോണ കാലത്ത് ആ ഒരു ഇമേജ് പെട്ടെന്ന് വന്നു. അപ്പോൾ അതൊരു വഴിയായിട്ട് തോന്നി എനിക്ക്. അതായത് തിയേറ്റർ ഒന്നും ഉണ്ടാവില്ല. കൊറോണ അടുത്തൊരു 15 വർഷത്തേക്ക് കൊറോണ നിലനിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ തേനീച്ച വളർത്തി അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ആലോചനയുടെ മുകളിൽ ഞാൻ ഒരു തേനീച്ച കർഷകൻ്റെ നിന്ന് വാങ്ങി. യാതൊരു തരത്തിലുള്ള പഠനങ്ങളോ പരിശീലനമോ ഒന്നുമില്ലാതെ തേനീച്ചപ്പെട്ടി കൈകാര്യം ചെയ്ത് കുത്തുകിട്ടി ഞാൻ തേനീച്ച കൃഷി ഞാൻ പഠിച്ചെടുത്തു. യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. അപ്പോൾ നാടകം കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു കാര്യം ഞാൻ ചെയ്യുന്നൊരു കാര്യം ഈ തേനീച്ച പരിപാലനമാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്നോട് ആ രീതിയിൽ ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ കൂടിയാട്ടം കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുക. കൂടിയാട്ടത്തിന് ഉപരിയായിട്ട് എനിക്ക് മറ്റു പലതും ചെയ്യാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ, നാടകത്തിൽ അഭിനയിക്കാനാണെങ്കിലും സിനിമയിൽ അഭിനയിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അക്രം ഭായിയുടെ പോലെയുള്ള പ്രൊഡക്ഷനുകളിൽ പങ്കെടുക്കാനാണെങ്കിലും അത്തരം സാഹചര്യങ്ങൾ ഞാൻ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും, ഉണ്ടെങ്കിൽ സ്വീകരിക്കും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. എനിക്ക് മാറിപ്പോയി എന്തെങ്കിലും ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്. പക്ഷേ അരങ്ങുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. എനിക്ക് മറ്റൊരു ഓർമ്മയും വേറെ എന്തെങ്കിലും ചെയ്തതായിട്ട് ഓർമ്മയില്ല. ഒരു ചുരുങ്ങിയ കാലം ഒരു പ്രൊഡ്യൂസറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കൃഷി എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല. മുമ്പ് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. എന്താണ് കൃഷി ചെയ്തിരുന്നത്? കൃഷി ഞാൻ ഇവിടെയല്ല, ഞാൻ ജപ്പാനിലായിരുന്നപ്പോൾ ഞാൻ കൃഷിക്കാരുടെ കൂടെ താമസിച്ചിരുന്നപ്പോൾ ഞാൻ എല്ലാത്തരം കൃഷിയും ചെയ്തിട്ടുണ്ട്. തേയില എന്നുള്ള നെൽകൃഷി, ഉരുളക്കിഴങ്ങ്, ഉള്ളി. ജപ്പാനിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അവിടെ അങ്ങനെ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടതെന്നൊന്ന് പറയുമോ? അത് ഈ പറഞ്ഞ പോലെ ഒരു ബോർഡർ ക്രോസ് ചെയ്തതാണ് ഞാൻ.
കൂടിയാട്ടം കലാകാരി ജപ്പാനിൽ പോയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഒരു അവാൻഗാർഡ് കലാകാരനാണ് മിൻ തനാക്ക എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് യാദൃശ്യ ഞാൻ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അവതരണം, ഒരു നൃത്തം കാണുകയും അദ്ദേഹത്തിൻ്റെ വളരെ ഇതെന്താണത് ഞാൻ ആദ്യം ആ നൃത്തം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാതെ എന്തായിരുന്നു ഒരു ജപ്പാനിലറിയാമല്ലോ, നെൽപ്പാടത്തിൻ്റെ ഇടയിൽ കൂടെ മറ്റേ കോൺക്രീറ്റ് ടാറിട്ട റോഡുണ്ടാവും. അപ്പോൾ ഈ റോഡും നെൽപ്പാടം, അതിൻ്റെ ഇടയിൽ ഒരു കനാൽ പോലത്തെ സ്ഥലം, ഒരു ഓവ് പോലത്തെ സ്ഥലം. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ ആൾക്കാർ ചുറ്റും കൂടി നിൽക്കണു. വളരെ 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 ഗൗരവമായിട്ട് എന്തോ ഒരു ക്രിമേഷനൊക്കെ നടക്കണ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എന്താണെന്ന് അറിയാതെ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ എന്താണെന്ന് നോക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത്, ഈ ഓവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ്റെ യൂണിഫോം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം, പക്ഷെ വളരെ കീറി പറഞ്ഞ ഒരു പട്ടാള ഛായയുള്ളൊരു കോസ്റ്റ്യൂം, സജസ്റ്റീവായിട്ട് എന്നാൽ പൂർണ്ണമായിട്ടുള്ളൊരു യൂണിഫോം അല്ല. അതിൽ വളരെ വൂണ്ടഡ് ആയിട്ടുള്ള പക്ഷെ അത് ശരിക്കുമുള്ള മേക്കപ്പ് അല്ല, ശരിക്കും അദ്ദേഹത്തിന് ശരീരത്തിൽ പലയിടത്തും മുറിവുകളും ചോരയും മണ്ണും ചെളിയും, ഒരു കണ്ണിങ്ങനെ ബാൻഡേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ബട്ട് ആദ്യം എനിക്ക് മനസ്സിലായി ഇത് എന്താ സംഭവം. പിന്നെ ഇദ്ദേഹത്തിന് വളരെ ചലിക്കുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിൽ. നമ്മൾ ഈ പാരമ്പര്യ കലകൾ മാത്രം കണ്ടിട്ട് ഫോം അല്ലെങ്കിൽ കണ്ടംപററി അവിടെയും ഒരു ഫോം ഉണ്ട്, എന്തോ ഒരു നൃത്തമാണെന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒരു എലിമെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ നൃത്തം എന്നുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒന്നുമല്ലാത്ത രീതിയിലുള്ള, എനിക്കപ്പോൾ വളരെ നോൺസെൻസ് എന്നുള്ള രീതിയിൽ അനുഭവപ്പെട്ട രീതിയിൽ ചലിക്കുന്നു ഇദ്ദേഹം. പക്ഷേ അതിലെ വൈകാരികത വളരെ ഡീപ്പാണ്, ഇമോഷൻ വളരെ ഡീപ്പാണ്. കണ്ണെടുക്കാൻ തോന്നില്ല. കുറേ സമയം ഞാനതിന് നോക്കി നിന്നു. അവൻ എനിക്കെന്നെ സംബന്ധിച്ച കൾച്ചറൽ ഷോക്ക് അനുഭവിച്ച ഒരു നിമിഷമായിരുന്നു അത്. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ചില സമയത്ത് ആങ്സൈറ്റിയും പാൽപിറ്റേഷൻസും പൊതുവേ ഉള്ള ആളാണ് ഞാൻ. അന്ന് പക്ഷെ അദ്ദേഹത്തിന് പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് പാൽപിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പാൽപിറ്റേഷൻ അറിയാം, നെഞ്ചിടിപ്പ്. ഈ നെഞ്ചിടിപ്പ് ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നി നെഞ്ചിടിപ്പ് ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിനോട് സംസാരിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്നുള്ളൊരു, വളരെ അപൂർവമായിട്ട് നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇന്നർ വോയിസ് നമ്മൾ പുഷ് ചെയ്യില്ലേ. എനിക്ക് ജീവിതത്തിലൊരു 4 പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരു വോയിസ് ഉണ്ടായിരുന്നു, എത്ര പേടിയുണ്ടെങ്കിലും ഇങ്ങനെ കൈയൊക്കെ വിറയ്ക്കുകയാണെങ്കിലും ഇദ്ദേഹത്തിനോട് പോയി സംസാരിക്കണം. അപ്പോൾ ഞാൻ ഇദ്ദേഹം അവതരണം കഴിഞ്ഞ് പോയി. പക്ഷെ പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടു. എന്നിട്ട് ഞാൻ പോയി. ഞാൻ ആങ്ഷ്യസ് ആണ്, എനിക്ക് ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ട്, പാൽപിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെ വരാൻ പറ്റുമോ, എനിക്ക് ഇവിടെ കൂടാൻ പറ്റുമോ, അങ്ങനെ എന്താണെന്ന് ചോദിച്ചു. വളരെ ചിരിച്ചു ഇങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞു. പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലാകുന്നത് അതൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ കർഷകർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി അവരെ സംബന്ധിച്ചാൽ പ്രകൃതിയായിട്ടുള്ളൊരു സംവേദനമാണ്. ഈ കൃഷി ചെയ്യുന്നതോടൊപ്പം അവർ പലതരത്തിലുള്ള കല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ട് നൃത്തം. ആ നൃത്തം തന്നെ അതിനൊരു ലീനിയേജ് ഉണ്ട്. ഈ ബൂട്ടോൻ്റെ ഒരു പാരമ്പര്യം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രത്യേക ഇതിലാണ്. അപ്പോൾ അവർ ഒരു ഇമെയിൽ അയച്ചു, ഇങ്ങനെ ഞങ്ങളൊരു പുതിയ അവതരണം രൂപപ്പെടുത്തുന്നുണ്ട്, നർത്തകിയായിട്ട് അതിൽ ചേരാം, പക്ഷെ അവരുടെ അഭ്യാസത്തിലൂടെ കടന്നു പോകണം, അതിൽ താല്പര്യമുണ്ടോ. അപ്പോഴും എനിക്ക് ഈ പാൽപിറ്റേഷൻസൊക്കെ വന്നു ഈ മെയിൽ വായിച്ചപ്പോൾ. പിന്നെ ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പോയി. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി. ഞാൻ 5-6 വർഷം എല്ലാ വർഷം പോയി അവിടെ നിൽക്കും, പ്രാക്ടീസ് ചെയ്യും, കൃഷിയും ചെയ്യും. അങ്ങനെയുള്ള കൃഷിയാണ് ഞാൻ ചെയ്തിട്ടുള്ള കൃഷി.
നമ്മൾ തമ്മിലുള്ള ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം സമകാലികം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡർ ഉണ്ടായിരുന്നു. അതിനെ കപില മറികടന്ന രീതികളാണത്. അക്രം ഖാൻ്റെ കൂടെ ന്യൂയോർക്കിൽ പോവുക, മിൻ തനാക്കയുടെ കൂടെ ജപ്പാനിൽ പോവുക. എനിക്ക് അത്രത്തോളം പറ്റിയിട്ടില്ല എൻ്റെ ലൈഫിൽ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ. കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യത്തിൻ്റെ ലോകത്തിലേക്ക് എനിക്ക് ഈ അടുത്ത് ഒരു വലിയൊരു അവസരം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു അവസരമാണ്. ഞാൻ 2001, 2002 കാലഘട്ടത്തിൽ വേണുജിയുടെ അഭിജ്ഞാന ശാകുന്തളം കാണാനിടയായി. 2-3 രംഗങ്ങൾ മാത്രം. അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഗോവയിൽ നടക്കുന്ന ഒരു സെറൻഡിപ്പിറ്റി ആർട്സ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവലിൻ്റെ ഒരു ക്യൂറേഷൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്ക് കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ വലിയൊരു ആഗ്രഹം ഈ ശാകുന്തളം ഒന്ന് ചെയ്ത് കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കപിലയെ സമീപിച്ചു. അപ്പോൾ കപില പറഞ്ഞു അതിൻ്റേതായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. സംഘമൊക്കെ പല ഭാഗങ്ങളിൽ പലരും പോയി കഴിഞ്ഞു. അന്നത്തെ ഗ്രൂപ്പല്ല ഇപ്പോഴത്തെ ഗ്രൂപ്പ്. വീണ്ടും റിഹേഴ്സൽ ചെയ്തെടുക്കണം. അപ്പം ഞാൻ വിട്ടില്ല. ഞാൻ പുറകെ പോയി ഇൻസിസ്റ്റ് ചെയ്ത് അപ്പോൾ ഈ ആൾക്കാരുടെ എണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കപില തന്നെ ഒരു ദിവസം ഒരു സൂം മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു. അതിൽ വേണുജി ഉണ്ടായിരുന്നു, കപില ഉണ്ടായിരുന്നു, സൂരജ് ഉണ്ടായിരുന്നു, വിജയൻ നമ്പ്യാരാശ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പെർസ്യൂ ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചൊരു ഡയലോഗ് കയറ്റി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ആൾക്കാർ തികയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിരശ്ശീല പിടിക്കാനോ എണ്ണ ഒഴിക്കാനോ ഒക്കെ ഒരാളെ വേണമെങ്കിൽ ഈ എളിയവനായ എന്നെ കൂടി പരിഗണിക്കാം. അങ്ങനെ എനിക്ക് എൻ്റെ സൗഭാഗ്യത്തിൽ എനിക്ക് മുക്കുവൻ്റെ വേഷം ചെയ്യാൻ കിട്ടി. എൻ്റെ പരിപ്പിളകി അത് ചെയ്യാൻ പോയിട്ട് ഏറെ പരിശ്രമിച്ചു. എന്നാലും തരക്കേടില്ലാത്തൊരു അരങ്ങേറ്റവും എന്നാൽ അത്രയ്ക്ക് ശോഭിക്കാത്തൊരു അന്വാരംഭവും ചെയ്യാൻ പറ്റി. പക്ഷെ അതിനി ചെയ്യണം എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇനി ആ വേഷം ചെയ്യണം എന്നുള്ളത്. ആ ബോർഡർ ക്രോസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ശരീരം തന്നെ മാറി. എനിക്ക് പുകവലി വല്ലാതെ വെട്ടിച്ചുരുക്കേണ്ടി വന്നു. ഈ പറഞ്ഞ ചില അച്ചടക്കത്തിലൂടെ കടന്നുപോയി ആ ശിക്ഷണം ചെയ്യേണ്ട അത് ചെയ്യാതെ പറ്റില്ല. അപ്പം അതൊക്കെ ചെയ്തു ഞാൻ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ എൻ്റെ ഒരു ധാരണ എന്നുള്ളത്, നമ്മൾ ഈ പാരമ്പര്യ കലകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സെറൻഡിപ്പിറ്റി ആർട്സ് ഫെസ്റ്റിവലിനോട് അഭിജ്ഞാന ശാകുന്തളം വേണുജി എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഒന്നിൻ്റെയും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അവർക്കറിയാതെ. അപ്പോൾ അവർ റെഡിലി എഗ്രി ചെയ്യും, യെസ് എന്ന് പറയും. കാരണം അത് വിഖ്യാതമായിട്ടൊരു കഥയാണ്, ഇതിവൃത്താണ്, കലാരൂപം കൂടിയാട്ടാണ്. അതിനകത്ത് അവർക്ക് സംശയമില്ല. പാരമ്പര്യത്തിൻ്റെ കാണാൻ വരുന്ന ഒരാൾക്കും, ടിക്കറ്റ് എടുത്ത് കാണാൻ വരുന്ന ഒരാൾക്കും എന്താ കാണാൻ പോകുന്നതെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഇപ്പോൾ കപില നേരത്തെ പറഞ്ഞ പോലെ അക്രം ഖാൻ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നാടകങ്ങൾ, ഇല്ലെങ്കിൽ ഈ മിൻ തനാക്കയുടെ ഡാൻസ്, ഇത് കണ്ടംപററിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത്, അതിനു വേണ്ടി മൂലധനം മുടക്കണവർക്ക് എന്തിനു വേണ്ടിയാണ് മൂലധനം മുടക്കണമെന്ന് അവർക്ക് അറിയില്ല. കാരണം ഇത് എന്താ അതിനുള്ളിൽ നിന്ന് ഉണ്ടായി വരിക എന്ന് പറയാൻ പറ്റില്ല. റിഹേഴ്സലിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു നാടകം ചെയ്യാൻ എൻ്റെ നടന്മാരെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നടിമാരെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നത് അവർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നാടകം ഒരുക്കി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കാണാൻ വരുന്ന ആൾക്കാർക്ക് അറിയാം എന്താ കാണാൻ പോകണമെന്നുള്ളത് ഇല്ല. അപ്പോൾ ഇങ്ങനൊരു വല്ലാത്തൊരു ഇപ്പം കപില പറഞ്ഞപ്പോൾ തന്നെ ഓവുചാലിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ വരികയാണ്. കണ്ണെടുക്കാൻ തോന്നുന്നില്ല. പക്ഷെ അത് എന്താ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം നമ്മളുടെ പ്രവർത്തന മേഖലകളിലുണ്ട്. നമ്മളത് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടേതായ രീതിയിൽ. പലപ്പോഴും അടിതെറ്റി താഴെ വീഴാറുണ്ട്. ഞാൻ കൂടി അടുത്തൊരു വേഷം ചെയ്ത പോലെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഫോമിൻ്റേതായിട്ടുള്ള ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ആരൊക്കെയാണ് നമ്മൾ ഒഫെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്, അങ്ങനെ വല്ലതും നമ്മൾ നേരത്തെ ആ കൊട്ടേഷനിൽ ഉണ്ടായിരുന്നില്ലേ, വി ഒഫെൻഡ് ബോത്ത് സൈഡ്സ് ഗെറ്റ് വെരി ആംഗ്രി. അങ്ങനെ ഉള്ള എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ കപിലയ്ക്ക്? അതൊരു ചോദ്യമാണ്. കാരണം ആരെയാണ് നമ്മൾ ഒഫെൻഡ് ചെയ്യുന്നത് ഉദ്ദേശിച്ചിട്ടല്ല, നമ്മൾ ഒഫെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഒഫെൻഡഡ് ആവണ ആൾക്കാരുണ്ട് തോന്നുന്നു.
പ്രായം കൂടുന്നതും പക്ഷെ എനിക്ക് ഇപ്പം തോന്നുന്നത് ആരെങ്കിലും ഒഫൻഡഡ് ആയാലും എനിക്കിപ്പോൾ ഐ ഡോണ്ട് കെയർ. പക്ഷേ ഐ ഡോണ്ട് കെയർ ദാറ്റ് മച്ച്. ഹാവിങ് സെഡ് ദാറ്റ്, കമ്മിങ് ബാക്ക്, ശങ്കർ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിലേക്ക് ഞാൻ തിരിച്ചു വരാണ്. ഇപ്പോൾ ഒരു കൂടിയാട്ടം, ഒരു കഥകളി, അല്ലെങ്കിൽ ഒരു ഭരതനാട്യ കച്ചേരി, അല്ലെങ്കിൽ ഒരു കർണാടക സംഗീത കച്ചേരി കേൾക്കാൻ പോകുന്ന ആൾക്ക് ഒരു കൃത്യമായ ധാരണയുണ്ട് എന്താണ് കാണാൻ പോകുന്നത്. പക്ഷേ ഈ സമകാലികമായിട്ടുള്ള ഈ കണ്ടംപററി ആർട്ട് പലതരം കണ്ടംപററി ആർട്ടിൻ്റെ കാര്യത്തിലും ആ ഒരു അൺഎക്സ്പെക്റ്റഡ്നെസ്, സർപ്രൈസ് എലിമെൻറ്റ് ഉണ്ട് എന്നുള്ളത്, അത് ശരിക്കും ഒരു യാഥാർത്ഥ്യം, അടിസ്ഥാന എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും I feel slightly offended when I hear കാരണം ഞങ്ങളുടെ സങ്കല്പത്തിൽ, ഇപ്പോൾ ഒരു പാരമ്പര്യ കല കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ സങ്കല്പത്തിൽ ഞങ്ങളുടെ ഇതിവൃത്തം ഒന്നാണെങ്കിലും ഒരിക്കലും രണ്ട് അവതരണങ്ങൾ ഒരുപോലെ അല്ല എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. അപ്പോൾ അതിനകത്ത് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂവാൻസ്, ഇൻ്റർപ്രിട്ടേഷൻ, കോംപ്ലെക്സിറ്റി അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രതീക്ഷകൾ നമ്മൾ പൂരിപ്പിക്കുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള പല അനുഭവങ്ങളും പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇത് പറയുമ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന രണ്ടാൾക്കാരാണല്ലോ. എനിക്ക് പലപ്പോഴും, എനിക്ക് എൻ്റെ അച്ഛൻ വരെ പറയാറുണ്ട്, പലപ്പോഴും അസൂയ തോന്നും. വളരെ സ്വതന്ത്രമായിട്ട് സൃഷ്ടിക്കുന്ന ആൾക്കാരോട് അസൂയ തോന്നും. ഒരു പക്ഷേ ശങ്കറിനും ഫോമിൻ്റെ ബലത്തിൽ വളരെ അബാൻഡൻമെൻറ്റോടുകൂടി അഭിനയിക്കുന്ന ഞങ്ങളോടും ചിലപ്പോൾ ശങ്കറിന് അസൂയ തോന്നാമായിരിക്കാം. ബോർഡർ ക്രോസിങ്ങിൻ്റെ ഒഫെൻസീവ്നെസ് എന്ന് എനിക്ക് തോന്നുന്നത്, ആദ്യം ഞാനത് പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നു. ഒഫൻസ്, but I am very very sorry to have offended you. Yeah? from very deep from within. I didn't mean to. I think offense happens like in the context of artistic liberties and creativity and all those things. ഇങ്ങനെ ഒഫൻസ് വരുന്നത് ദൃഢമായിട്ടുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ ചിലപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഓരോരുത്തർക്കും ആ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ചില കലാരൂപങ്ങളെ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കർണാടക സംഗീതത്തെ അല്ലെങ്കിൽ കൂടിയാട്ടത്തെ വളരെ അധികം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്ന ഒരാൾ, അത് ഒരു പ്രത്യേക രീതിയിൽ അവർ കാണുകയും അതിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും, പുറമേ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൈകാര്യം ചെയ്യുന്ന കലാകാരികളല്ല. പലപ്പോഴും അത്തരം കലാരൂപത്തെ വളരെയധികം ആത്മാർത്ഥമായിട്ട്, എപ്പോഴും ആ ആത്മാർത്ഥതയിൽ ആയിരിക്കില്ല, പലപ്പോഴും ആ ഒരു സ്നേഹം ഇറ്റ് കുഡ് ബി വെരി കളേർഡ് ബൈ ലൈക്ക് ദെയർ റിലീജിയസ്, പൊളിറ്റിക്കൽ, cultural small mindedness also, but whatever it is, it comes from a deep place. And then usually അത്തരം ആൾക്കാർക്ക് മാറ്റങ്ങൾ വളരെ ഒഫെൻസീവായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കല കൈകാര്യം ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സിന് പലപ്പോഴും അവരവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. ഈ കല എങ്ങനെ നിലനിൽക്കണം, അതും ഈ പറഞ്ഞ കംസ് ഫ്രം എ വെരി പ്ലേസ് ഓഫ് ഗ്രേറ്റ് സിൻസിയറിറ്റി. They feel like they comes from a place of great awareness of the generations that have contributed the various elements that create this particular form as we know it today, and they come from that deep awareness, and they have probably been instilled with that awareness from a very young age in a very conservative environment of learning. And they also feel a strong sense of ownership. I don't know if that is the right word, but a lot of times when people feel like, maybe from false beliefs that they have, like for instance, like Brahmins feel a strong sense of ownership towards the Carnatic music, or particular communities or particular
Yeah. So that feeling of ownership also creates that environment of being offended. So it is definitely a very fine balance of negotiating what is the right way to contaminate an art form. Because it is a contamination often. When you bring a new text, when you try to alter the vocabulary. So maybe you're doing something that is very, very important. For example, as a woman, I'm trying to enforce into my art an equal space or a reimagination of female characters. And I have full conviction in my cause, but in the process of doing that, I am dismantling something that has been in a particular way for centuries. And it can be very offensive. കപില ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു ഭയങ്കര ഒരു തിരിച്ചറിവ് തോന്നിയൊരു കാര്യം, ഞാൻ 2002 കാലഘട്ടത്തിൽ ശാകുന്തളം കണ്ടല്ലോ. ആ സമയത്ത് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള 2 കാര്യം, നമ്മൾ ഡ്രാമ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ത്രീ കഥാപാത്രങ്ങൾ സംസ്കൃതത്തിൽ സംസാരിക്കില്ല. സ്ത്രീ കഥാപാത്രങ്ങൾ മൃഗങ്ങൾ അല്ലേ, സംസ്കൃതം എല്ലാവരും പ്രാകൃതമാണ് അത്ര കൈകാര്യം ചെയ്യുക. ചില പുരുഷ കഥാപാത്രങ്ങൾ, അത് പ്രത്യേക ഉത്തമ കുലജാതന്മാരായിട്ടുള്ള പുരുഷന്മാർ, ധീരോദാത്തന്മാർ, രാജാവ്, ദൈവങ്ങളൊക്കെയാണ് സംസ്കൃതം പറയുക. പക്ഷേ ഈ ശാകുന്തളത്തിൽ കപില സംസ്കൃതത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. അത് സംസ്കൃതത്തിൽ ഏറ്റവും വലിയ തെറിയായിരിക്കും ഒരു പക്ഷേ, അനാര്യ എന്നുള്ളത് ദുഷ്യന്തൻ്റെ മുഖത്ത് നോക്കി പറയണം, അനാര്യ. അത് 3 പ്രാവശ്യം പറയുന്നുണ്ട്. അത് കപില കൂടിയാട്ടത്തിൽ ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ കാണുന്ന നമ്മളുടെ മേത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, കറണ്ട് അടിച്ച പോലെ ആവും. അത്രയും പവർഫുള്ളായിട്ടൊരു അട്ടറൻസ് ഞാൻ സ്റ്റേജിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. അതെന്നെ ഭയങ്കരമായിട്ട് 20 വർഷം മുന്നേ ഷോക്ക് ചെയ്തിരുന്നു. ഈ അടുത്ത് സെറൻഡിപ്പിറ്റിയിൽ ഞാൻ ഈ നാടകം കണ്ടപ്പോൾ ആ ഭാഗം എനിക്കറിയാം. പക്ഷേ പിന്നീട് 7-ാം അംഗത്തിലാണ് പോകേണ്ടത്, വീണ്ടും കണ്ടുമുട്ടണം അല്ലേ. 7-ാം അംഗത്തിൽ കണ്ടുമുട്ടുകയാണ് ദുഷ്യന്തനും ശകുന്തളയും. അപ്പോൾ ശകുന്തള അയ്യാപു എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ആര്യപുത്ര എന്ന് വിളിക്കില്ല, അതിന് മുന്നേ പൂ എന്ന് പറഞ്ഞാൽ അത് നിർത്തുകയാണ്. അതും എന്നെ വീണ്ടും ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു എൻ്റെ മേത്ത് കൂടെ. അത് നേരത്തെ 4-ാം അംഗത്തിൽ അനാര്യ എന്ന് പറഞ്ഞ അതേ ആൾ തന്നെ ആര്യപുത്ര എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ വിളിക്കുന്നതിന് മുന്നേ അവരത് മുഴുമിപ്പിക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ അന്ന് കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അന്ന് എൻ്റെ മനസ്സിലത് വന്നിട്ടില്ല. അതൊരു പുതിയൊരു എഡീഷൻ ഇൻ ടു ദ ട്രഡീഷൻ, എ ന്യൂ എഡീഷൻ ഇൻ ടു ദ ട്രഡീഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ അത് എന്താ അറിയില്ല, നമുക്ക് ഈ ചില കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ ഒരു കാര്യം എന്ന് മനസ്സിലാവില്ലേ, ആ മനസ്സിലാവണ അനുഭവം തിയേറ്ററിൽ നമുക്ക് കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു പ്രകാശം പോലെ തോന്നും. എനിക്ക് ശങ്കറിനെ കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ ഓർമ്മ കേരള സംഗീത നാടക അക്കാദമിയിൽ ഒരു ശില്പശാല ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു ആ ശില്പശാലയിൽ. കാവാലൻ സാർ ഉണ്ടായിരുന്നു. അച്ഛനാണ് ആ ശില്പശാലയിലെ ഡയറക്ടറായിരുന്നത്. കാവാലൻ സാർ ഉണ്ടായിരുന്നു. കാവാലൻ സാർ ആ സമയത്ത് അക്കാദമി ചെയർമാൻ ആയിരുന്നു. അദ്ദേഹം ഇത് പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തു. പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ വേണുജിയായിരുന്നു. ഓക്കെ. എന്തായാലും ഞാൻ 1-2 ദിവസം ആ വഴി ഇങ്ങനെ വന്നിരുന്നു. ആ ശില്പശാല നടക്കുന്ന സമയത്ത് ശങ്കറിനെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ശങ്കറിന് അന്ന് ഒരു മറ്റേ കുടുംബം ഉണ്ടായിരുന്നു, നീളം കുടുംബം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശങ്കർ ഒരു ചുമന്ന ടീഷർട്ട് ഇട്ടിട്ടായിരുന്നു. ശങ്കർ വളരെ വളരെ ഉത്സാഹിയായിരുന്നു. ഇത്രയാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. പിന്നീട് ഞാൻ ശങ്കറിനെ ITIയിലാണ് കാണുന്നത്. അപ്പോഴും ശങ്കറിന് ഈ കുടുംബം ഉണ്ടായിരുന്നു. ശങ്കർ കാവ്യമുണ്ടാണ് അല്ല കാവ്യല്ല, സാധാരണ മുണ്ടാണ്. ഞാനാണ് ശങ്കറിന് ഒരു കാവ്യമുണ്ട് വാങ്ങിച്ചു തന്നത്. കാരണം ശങ്കർ ആ മുണ്ട് മാറ്റുന്നേ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ. മാറി ഉടുത്തോട്ടെന്ന് വിചാരിച്ച് ഞാനൊരു കാവ്യമുണ്ട് വാങ്ങിച്ചതെന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്ക് പറയില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും ശങ്കറിനെ കുറിച്ച് ഓർമ്മ മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയും കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് അന്നേ ഞാൻ ശങ്കറിനെ അന്ന് ആക്ച്വലി ഞാൻ ടീച്ചറാണ്, ഏതോ നിലയ്ക്ക് ഞാനൊരു ടീച്ചറാണ്, ശങ്കറിൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിലും I have always felt like
like you already had a very strong sense of, like you felt like a very wise person. ആൻഡ് അന്നും ഇന്നും എനിക്ക് ശങ്കറിനെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന, അല്ലെ ഞാൻ വളരെയധികം ഐ എം റിയലി ഡ്രോൺ ടു യു ഈസ് the power of your storytelling, the clarity with which you work and you articulate. And I think that's also, that clarity is also in the way you process everything. I have always felt like it's a complexity that comes from a very beautiful clarity, in the sense that I often feel like you would never deliberately mystify something just for the sake of that. ഇതേ വർക്ക്ഷോപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് കപിലയെ കാണുന്നത്. അപ്പോൾ വേണുജിയുടെ പരിശീലനം, കാവാലൻ സാറിൻ്റെ പരിശീലനം ഇതൊക്കെ അക്കാഡമിയിൽ നടക്കും. വൈകുന്നേരം ഒരു ദിവസം ഇരിങ്ങാലക്കുടയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. നാടകം ശാകുന്തളം റിഹേഴ്സൽ കാണാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ഈ റിഹേഴ്സലിൽ ആണ് ഞാൻ കപിലയെ ആദ്യമായിട്ട് കാണുന്നത്. 4-5 അംഗത്തിൽ ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ അതുവരെ കപില എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കപിലയാണ് ശകുന്തള എന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വേണുജിയുടെ മോളാണ്, കപിലയാണ്. ഈ കപിലയെ ഞാൻ ശകുന്തളയായിട്ടാണ് കാണുന്നത്. അത് ഒരു അസാമാന്യമായൊരു തിയേറ്ററിക്കൽ ഡിവൈസാണ് ആ ശകുന്തളയുടെ എൻട്രി കൊട്ടാരത്തിലേക്ക്. ഈ തിയേറ്ററിൻ്റെ ഒരു ബാലപാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്നിനെ മറച്ചു വെച്ചിട്ട് അതിനെ റിവീൽ ചെയ്യുമ്പോൾ അതുണ്ടാക്കണൊരു വല്ലാത്തൊരു ഒരു 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 മഹേന്ദ്രജാലം ഉണ്ട് അതിൽ. അതാണ് ഞാനന്ന് കപിലയിൽ കാണാൻ പറ്റിയത്. ഒരു ചുവന്ന തുണിയാണെന്ന് കൊണ്ടുവരുന്ന കപില. അവിടെ ഒരു ചുവന്ന തുണി കിടക്കണ്ടായിരുന്നു, കോടി തുണി അല്ലേ. ചുവന്ന മുണ്ടിനെ പറ്റി സംശയം തോന്നിയ പോലെ തന്നെ എനിക്ക് ഇതിനെപ്പറ്റി സംശയമായി. ഇപ്പോൾ ഈ കോടി മുണ്ട് ഇങ്ങനെ മൂടിയിട്ടാണ് ശകുന്തള വരിക. എന്നിട്ട് ഈ ദുഷ്യന്തൻ്റെ മുമ്പിൽ ഇതിങ്ങനെ പതുക്കെ റിവീൽ ചെയ്യുമ്പോൾ ആണ് ഞാൻ കപിലേനെ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞാൻ കപിലെ, ശകുന്തള, കാളിദാസൻ എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റി. എന്നോട് രമേശ് വർമ്മ മാഷ് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട് സാധാരണീകരണം എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ട്. ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് സത്യത്തിൽ ഇവരരങ്ങിൽ കാണുമ്പോഴാണ്. എനിക്ക് ഇവരൊന്നുമല്ല ഞാൻ കാണുന്നത്, ഞാൻ എന്നെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ കാളിദാസനെ കാണുന്നു, ഞാൻ ശകുന്തളയെ കാണുന്നു. എനിക്ക് ഇവരെയൊക്കെ മനസ്സിലായി. കാളിദാസനെ എനിക്ക് കിട്ടി, അനുഭവം കിട്ടുകയാണ് എനിക്ക്, കവിയുടെ അനുഭവം കിട്ടണ പോലെ. ഇല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ അനുഭവം നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെ കപില ഇതൊക്കെ ട്രാൻസെൻഡ് ചെയ്തിട്ട് നമ്മളെ വേറൊരു ലോകത്തിലേക്ക്, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഒരു പക്ഷേ തിയേറ്ററിലുള്ള എൻ്റെ കൺവിക്ഷൻ തന്നെ 10 മടങ്ങ് വർദ്ധിക്കാനുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ് എനിക്ക് കപിലയുടെ ആദ്യത്തൊരു എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഓർമ്മ. പിന്നെ കപില സിംഗപ്പൂർ വന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എന്നെയൊക്കെ കുറേ കഷ്ടപ്പെടുത്തിയ ഓർമ്മയുണ്ട്. ഇവർ താന്ന് നിൽക്കണമല്ലോ, അരമണ്ഡലത്തിൽ നിൽക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് താഴൂ എന്ന് പറയും. കയ്യും കാലും വിറച്ചിട്ട് നമുക്ക് പക്ഷെ ചിരിച്ച് പുരികളക്കണം. നെല്ല കിട്ടാതെ വിറയ്ക്കുമ്പോഴും നമ്മൾ ചിരിച്ച് പുരികളക്കണം അത്ര. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുതരം റാഗിങ് പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് ആ സമയത്ത്. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അത് മനസ്സിലാക്കാനും ആ കലാരൂപത്തിൻ്റെ പിന്നിലുള്ള എഫർട്ടും അധ്വാനമൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലാവുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം വേറെ തന്നെയാണ്. ഇതാണ് എനിക്ക് കപിലയുടെ ഫസ്റ്റ് കപിലയായിട്ടുള്ള ഓർമ്മ. Can you share one thing that you have said about me to someone or a common friend in my absence? ഞാൻ കപിലയെ പറ്റി മറ്റൊരാളോട് കപിലയുടെ അഭാവത്തിൽ ഞാൻ എന്താണ് പറഞ്ഞിരുന്നില്ലേ. ഞങ്ങൾ ഈ അടുത്തൊരു നാടകം ചെയ്തിരുന്നു. അതൊരു ജാപ്പനീസ് ഫോക്ലോറായി ബന്ധപ്പെട്ടിട്ട്, ഒരു സ്റ്റോറിയായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു കഥയാണ്. ഹാഗോറോമോ, തൂവൽ കുപ്പായം എന്നാണ് അതിൻ്റെ പേര്. അതിൽ കപില ഒരു മീൻകാരിയുടെ വേഷം ചെയ്തു. പിന്നെ മിക്കാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപ്പാനിൽ നിന്നുള്ളൊരു വളരെ സീനിയറായിട്ടുള്ള ഒരു ആക്ട്രസ് അതിനകത്തൊരു മാലാഖയുടെ വേഷം ചെയ്തു. ഇവർ 2 പേരാണ് കഥാപാത്രങ്ങൾ. നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തോളം റിഹേഴ്സൽ ചെയ്തിട്ട് നമ്മളൊരു അവതരണം അട്ടപ്പാടിയിൽ അവിടുത്തെ
പ്രദേശവാസികളായിട്ടുള്ള ആൾക്കും പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ ഈ നാടക റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാൽ നടന്മാരുടെ സംഘം, സംവിധായകൻ എന്നുള്ള രീതിയിലുള്ളൊരു ബോർഡർ സ്വതവേ അതിൽ വന്ന് പെടാറുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഈ വളരെ സീനിയറായിട്ടുള്ള ആക്ട്രസ്, സംവിധായകരെ കപില കണ്ടതാണല്ലോ, വളരെയധികം ബുദ്ധിമുട്ടിക്കുക അവർ പക്ഷെ അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ സ്വാർത്ഥതയല്ല. അവർക്ക് ചില കാര്യങ്ങൾ, ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുള്ള എനിക്കതിന് റീസൺ വേണം. ആ റീസൺ കിട്ടണവരെ അവർ കൺവിൻസ്ഡ് ആവില്ല, ചെയ്യില്ല അവർ. കപില അതെ, ചില കാര്യങ്ങൾ എനിക്ക് റീസൺ ഇല്ലെങ്കിൽ ഞാൻ ഈ നാടകം തന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞോളെ. എനിക്കതിന് റീസൺ ഇല്ല, കാരണമില്ല. അപ്പം അങ്ങനെ അത് നമ്മൾ ടെൻസ്ഡ് ആവും. നമ്മൾ ഒരേ സമയം സംവിധായകനും പ്രൊഡ്യൂസറൊക്കെ ആണല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും നടന്മാരുടെ സംഘവും ഞാൻ സംവിധായകനായി. അപ്പോൾ എൻ്റെ ഈ ജാപ്പനീസ് ആക്ട്രസ് വളരെ സീനിയറാണ്, അവർക്കറിയാം എങ്ങനെ സംവിധായകനെ റാഗ് ചെയ്യണം എന്നുള്ളത്. അവരന്ന് കളിയുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞു, വൈകുന്നേരം കളിയാണ്, എല്ലാവരും തയ്യാറെടുപ്പും ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവരുടെ പരാതി, പ്രോട്ടീനില്ല, നടന്മാർക്ക് പ്രോട്ടീൻ വേണം, കുറച്ച് ചിക്കനും മീനൊക്കെ വാങ്ങിക്കൊണ്ട് പോയോ എൻ്റെ അടുത്ത്. ഞാൻ ഓടിയല്ലോ അപ്പം തന്നെ ചിക്കനും മീനും വാങ്ങാൻ. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ എൻ്റെ കൂടെ ഗോപാലേട്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗോപാലേട്ടനോടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം. അപ്പോൾ ഞാൻ ഞാനും പോയിട്ട് ഇവർക്ക് ചിക്കൻ വേണം ഗോപാലേട്ടൻ, അവർ നടന്മാർ ഭയങ്കര പ്രശ്നമാണ്, അവർ ചിക്കനും മീനൊക്കെ വേണം, ഇത് വാങ്ങിക്കൊണ്ട് ഞാൻ മിക്കാരിസ്ഥാനാണ് അവരാണ് ചോദിച്ചത്, അവർക്ക് കൊണ്ട് ചിക്കനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഗോപാലേട്ടൻ പോയി. അന്നേ ദിവസം ഞാനിത് വിളിച്ചു പറയുക ഗോപാലേട്ടൻ 2 ദിവസം കഴിഞ്ഞിട്ട്, ഗോപാലേട്ടാ ഞാൻ ഈ നാടകം തുടങ്ങണതിന് ഒരു 20 മിനിറ്റ് മുന്നേ താഴെ ചെന്നപ്പോഴേ ഇവർ 2 പേരും കൂടി ഒന്ന് ചിക്കൻ കഴിക്കുകയാണ്. കപില കൊണ്ട് മിക്കാരിസ്ഥാനുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞാൽ കളിക്കാനുള്ള നാടകത്തിന് ഇപ്പോൾ പ്രോട്ടീൻ ആവുമോന്ന് ഇവൻ ഗോപാലേട്ടനോട് ചോദിച്ചു ഞാൻ. ഇപ്പോൾ ഈ ചിക്കൻ കഴിച്ചവർക്ക് പ്രോട്ടീൻ ആവുമോ? എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കവർ അങ്ങനെ പരാതി ഞാൻ പറഞ്ഞു. കപിലയുടെ അഭാവത്തിൽ കപിലയെക്കുറിച്ച് ഗോപാലേട്ടനോട് ഞാൻ പറഞ്ഞു, 2 നടന്മാരും ചേർന്നിട്ട് എന്നെ റാഗിയോ ഗോപാലേട്ട. ശങ്കറിൻ്റെ ഭാഗത്തിൽ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ പലപ്പോഴും ഞാൻ ശങ്കറിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതായിട്ട് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിമാനം ഒരിക്കലും ശങ്കറിനോട് അത് പറയാൻ അനുവദിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് സംഭവിച്ചു, നല്ല കാര്യം. പക്ഷെ ഞാൻ അങ്ങനെ പലരോടും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശങ്കറിൻ്റെ സംവിധാനത്തിൽ എന്തെങ്കിലും അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു.